നമസ്കാരം. ഡൽഹി തെരുവുകളിൽ പ്രക്ഷോഭം ആളിക്കത്തുമ്പോൾ മലയാളത്തിന്റെ യുവതാരനിരയുടെ ശബ്ദവും അവിടെ മുഴങ്ങുകയാണ്. ഭാവി തലമുറയുടെ ജീവിതം തകർക്കരുത്, വേണ്ടത് സമാധാനം. ഒരൊറ്റ കുറിപ്പിലൂടെ കേരളത്തിന്റെ പ്രിയ താരം കുഞ്ചാക്കോ ബോബൻ സോഷ്യൽ മീഡിയയിൽ കുറിച്ച ഈ വാക്കുകൾ ഏവരും ഏറ്റെടുത്തു. ശരിയാണ്, ചാക്കോച്ചന്റെ ഈ പ്രതികരണം വളരെ നല്ല കാര്യമായിട്ട് തന്നെ നമുക്ക് കാണാം. പക്ഷേ വാ തുറക്കേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങ് കേരളത്തിൽ പലപ്പോഴായി നടന്നിരുന്നു. നമുക്കറിയാം, PSC പിൻവാതിൽ നിയമന പ്രശ്നമൊക്കെ ഇതിൽപ്പെടുന്ന ഒന്നാണ്. മണ്ണുവാരിത്തിന്നും റോഡിൽ ഉരുണ്ടുമൊക്കെ ഇവിടെ കിടന്ന് പ്രതിഷേധിച്ചതാണ് കുറേയേറെ മനുഷ്യർ. പക്ഷേ അപ്പോഴൊന്നും ഇവരാരും പ്രതികരിച്ചില്ല. ചിലപ്പോൾ ഇത്തരത്തിലുള്ള സെലിബ്രിറ്റികൾ പ്രതികരിക്കുന്നത് കുറെ പേർ അറിയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രശ്നത്തിൽ വളരെ പെട്ടെന്ന് തീരുമാനമുണ്ടാക്കാനും കഴിയുമായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും തന്നെ ആരും പ്രതികരിച്ച ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് പോലും ആരും കണ്ടിട്ടില്ല. കേവലം കുഞ്ചാക്കോ ബോബൻ മാത്രമല്ല, ഇത്തരത്തിൽ പല സെലിബ്രിറ്റികളും ഡൽഹിയിലെ ഈ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ടൊവിനോ തോമസ്, വിസ്മയ മോഹൻലാൽ, പാർവതി തിരുവോത്ത്, റിമ കല്ലിങ്കൽ, അപ്പാനി ശരത്ത് തുടങ്ങിയവരും ഡൽഹിയിലെ വിദ്യാർത്ഥി സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരുന്നു. സമാധാനപരമായ പ്രതിഷേധങ്ങളെ നേരിടേണ്ടത് ഇങ്ങനെയല്ലെന്ന് ടൊവിനോ തോമസ് പ്രതികരിച്ചപ്പോൾ അപ്പാനി ശരത്ത് കേന്ദ്രത്തിനെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത്. ജനാധിപത്യത്തിലൂടെ അധികാരത്തിലെത്തിയ ലോകത്തെ പല ഭരണകൂടങ്ങളും കാലം കടന്നു പോകുമ്പോൾ ഫാസിസ്റ്റുകളായി മാറിയതായാണ് ചരിത്രം. ആ ചരിത്രത്തിൽ തന്നെ അവരുടെ അതിദാരുണമായ വീഴ്ചയും ലോകം കണ്ടിട്ടുണ്ടെന്നും അപ്പാനി ശരത്ത് പറയുന്നു. ദില്ലിയിലെ തണുപ്പിൽ ചൂട് തരുന്ന സെറ്ററും കമ്പിളിയും നിങ്ങൾ തല്ലിക്കൊല്ലാൻ ഒരുമിടുന്ന ഈ പാറ്റകൾ കൊത്തിക്കീറുമെന്നും അതിലൂടെ തണുപ്പ് അരിച്ചു കയറും, വിറയലോടെ നിങ്ങൾ ഓടും, അവസാനം തലകുനിക്കുമെന്നും അപ്പാനി ശരത്ത് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഇപ്പോഴെങ്കിലും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പലരും വാ തുറക്കുന്നുണ്ട്. അത് തന്നെയാണ് വലിയ സന്തോഷം. ഒരു പ്രതിഷേധം വരുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അതിനെ എതിർക്കുന്നവരുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാട് അനുസരിച്ചായിരിക്കും ഇരിക്കുക. അതുപോലെ തന്നെയാണ് ഡൽഹിയിലെ ഈ ഒരു വിഷയത്തെ എതിർക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നവരും ഒരുപാടുണ്ട്. പക്ഷേ സെലിബ്രിറ്റികളുടെ കാര്യം വരുമ്പോൾ പലപ്പോഴും ഒരു വിഷയത്തിലും, ഈ കേരളത്തിൽ നടക്കുന്ന ഒരു വിഷയത്തിലും ഇടപെടാതെ പോകുന്നവരാണിവർ. അതുകൊണ്ട് ഇത്ര പെട്ടെന്ന് ഈ ഡൽഹിയിലെ ഒരു സംഭവത്തിൽ മാത്രം പ്രതികരിച്ചതിനെതിരെ പലരും കളിയാക്കിയാണ് സംസാരിക്കുന്നത്. മോഹൻലാലിന്റെ മകൾ വിസ്മയ മോഹൻലാൽ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു കുറിപ്പ് ഇപ്പോൾ വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴിയൊരുക്കിയിരിക്കുകയാണ്. അഭിനയ രംഗത്തേക്ക് ചുവടുവെക്കും മുൻപേ താരപുത്രി രാഷ്ട്രീയം പറഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയ പ്രതികരണങ്ങൾ കൊണ്ട് നിറഞ്ഞു. ഡൽഹിയിലെ കോക്രോച്ച് ജനതാ പാർട്ടി നേതൃത്വം നൽകിയ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനെതിരായ പോലീസ് നടപടികളിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടായിരുന്നു വിസ്മയയുടെ പോസ്റ്റ്. പ്രതിഷേധിക്കുന്ന പൗരന്മാരോട് രാജ്യം ഇങ്ങനെയാണോ പെരുമാറേണ്ടത് എന്ന ചോദ്യവുമായാണ് വിസ്മയ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയത്. കേന്ദ്ര സർക്കാരിനെ നേരിട്ട് ലക്ഷ്യമിട്ട ഈ നിലപാട് ഭരണകക്ഷിയെ അനുകൂലിക്കുന്നവരുടെ സൈബർ അക്കൗണ്ടുകളെ പ്രകോപിപ്പിച്ചു. അഭിനയത്തിലേക്ക് വരുന്നതിന് മുൻപേ രാഷ്ട്രീയത്തിലേക്ക് ചാടുന്നത് നല്ലതിനാണോ എന്ന ചോദ്യം മുതൽ കേരളത്തിലെ PSC പരീക്ഷ അട്ടിമറിക്കെതിരെ ഉദ്യോഗാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ വിസ്മയ എവിടെയായിരുന്നു എന്നതുവരെയുള്ള ചോദ്യങ്ങൾ ഉയരുന്നു. മോഹൻലാൽ മോളോട് പറയണം, രാജ്യദ്രോഹികൾക്കൊപ്പം ചേർന്നാൽ നിന്നെ രക്ഷിക്കാൻ ആരാണ് ഉള്ളത് എന്നുള്ള മാസ് ഡയലോഗ് എന്ന് പരിഹാസ രൂപേണ ഒരാൾ കുറിച്ചു. മറ്റൊരു പോസ്റ്റിൽ മോഹൻലാൽ തന്റെ മകളെ രാജ്യദ്രോഹികൾക്ക് സപ്പോർട്ട് ചെയ്യാൻ വിടരുത്, രാജ്യത്തിന് ഒരു സൂപ്പർ സ്റ്റാറിന് നൽകാവുന്ന എല്ലാ അംഗീകാരവും താങ്കൾക്ക് നൽകുമ്പോൾ മകൾ രാജ്യദ്രോഹി പാറ്റാക്കൂട്ടത്തിനു വേണ്ടി നിലകൊള്ളുന്നത് ശരിയല്ല എന്ന് താക്കീത് നൽകി. മോഹൻലാൽ എന്ന മഹാനടന്റെ മകളാണ് എന്നതുകൊണ്ട് തന്നെ ഇത്തരം പോക്രിത്തരം അംഗീകരിക്കാൻ കഴിയില്ല എന്ന രൂക്ഷമായ വിമർശനങ്ങളുമായി പലരും രംഗത്തെത്തി. അതേസമയം നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ച കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കുമെതിരെ ഗുരുതര വകുപ്പുകൾ ചുമത്തുന്നതിൽ ദില്ലി പോലീസ് നിയമോപദേശം തേടിയിട്ടുണ്ട്. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, മല്ലികാർജ്ജുൻ ഖാർഗെ, KC വേണുഗോപാൽ തുടങ്ങിയ നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം.